സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായി ഇരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഭയാനകവും ഹൃദയത്തെ പിടിച്ചുലക്കുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഊഹിച്ചു നോക്കൂ, വെറും 40 സെക്കൻഡുകൾ, അതെ, വെറും 40 സെക്കൻഡുകളിൽ ഒരു ഗ്രാമം, ഒരു ജീവിത ലക്ഷ്യസ്ഥാനം, ഒരു നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിലും അവശിഷ്ടങ്ങളുടെ കീഴിലും തകർന്നുപോയി. ഇത് ഉത്തരകാശിയിലെ ധരാളി ഗ്രാമത്തിന്റെ കഥയാണ്. ഓഗസ്റ്റ് 5, 2025 ആ ഗ്രാമത്തിൽ ജീവിതം സാധാരണമായി മുന്നോട്ടു പോവുകയായിരുന്നു. ആളുകൾ നടക്കുന്നു, കടകൾ തുറന്നിരിക്കുന്നു, തീർത്ഥാടകർ ഗംഗോത്രിയിലേക്ക് പോകുന്നു. പക്ഷേ ആ ഒറ്റ നിമിഷത്തിൽ ആകാശത്തുനിന്ന് മരണം ഇറങ്ങിവന്നു. ഒരു മേഘവിസ്ഫോടനം, കനത്ത മഴ, മണ്ണും കല്ലും വെള്ളവും ഒരു രാക്ഷസനെ പോലെ ഗ്രാമത്തിനുമേൽ ആക്രമണം നടത്തി. ഈ വീഡിയോയിൽ നമുക്ക് ഈ ഭയാനക സംഭവത്തെ വിശദമായി പരിശോധിക്കാം. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് വെറും പ്രകൃതി ദുരന്തമാണോ, അതോ മനുഷ്യന്റെ തെറ്റുകളുടെ ഫലമാണോ? 2013 കേദാർനാഥ് വിനാശവുമായി ഇതിനെ താരതമ്യം ചെയ്യാം. ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഓരോ കാര്യവും വ്യക്തമായി നോക്കാം. ഈ വീഡിയോ വളരെ രസകരമായിരിക്കും. ധരാളിയിൽ ആ ദിവസം എന്താണ് സംഭവിച്ചത്? ശരി, ധരാളി ഗ്രാമത്തിൽ ആ ദിവസം എന്താണ് നടന്നതെന്ന് ലളിതമായും വ്യക്തമായും പറയാം. ധരാളി എന്നത് ഉത്തരകാശി ജില്ലയിൽ ഗംഗോത്രി പാതയിലുള്ള ഒരു ചെറിയ, മനോഹരമായ ഗ്രാമമാണ്. ഇവിടെ തീർത്ഥാടകർ താമസിക്കാറുണ്ട്. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ചെറിയ കടകളും കൊണ്ട് എപ്പോഴും ഒരു തിരക്കുള്ള അന്തരീക്ഷമാണ്. പക്ഷേ ഓഗസ്റ്റ് 5, 2025 രാവിലെ വെറും 40 സെക്കൻഡുകളിൽ ഈ ഗ്രാമം അവശിഷ്ടങ്ങളുടെ കീഴിൽ തകർന്നു. എന്താണ് സംഭവിച്ചതെന്നാൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി. അതായത് ആകാശം പിളർന്നതുപോലെ വെള്ളം ഒരു മതിലായി പെയ്തിറങ്ങി. 1230 അടി ഉയരത്തിൽ നിന്ന് വെള്ളവും മണ്ണും കല്ലും മണിക്കൂറിൽ 43 കിലോമീറ്റർ വേഗത്തിൽ ഗ്രാമത്തിനുമേൽ പതിച്ചു. ഈ വേഗം ഒന്ന് ഊഹിച്ചു നോക്കൂ. ഒരു സെക്കൻഡ് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ വീടുകൾ, കടകൾ, ഹോട്ടലുകൾ, കാറുകൾ എല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി. ആളുകൾ ഓടുന്നതിന് മുമ്പേ മണ്ണിനടിയിൽ കുടുങ്ങി. വീഡിയോയിൽ കാണുമ്പോൾ കീർ ഗംഗ നദി പെട്ടെന്ന് പാത മാറ്റി മണ്ണും കല്ലും മരങ്ങളും ചേർന്ന് ഗ്രാമത്തെ വിഴുങ്ങി. പഴയ ഫോട്ടോകളിൽ ഈ ഗ്രാമം വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയാലും മണ്ണും അവശിഷ്ടങ്ങളും നിശബ്ദതയും മാത്രം. സർക്കാർ കണക്കനുസരിച്ച് 4 പേർ മരിച്ചു. പക്ഷേ ഗ്രാമവാസികൾ പറയുന്നത് കേൾക്കൂ, 200-നും 300-നും ഇടയിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പലരും ഇപ്പോഴും കാണാതായിരിക്കുന്നു. സൈന്യവും NDRFും SDRF ടീമുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ 8-10 സൈനികർ പോലും കാണാതായതായി വാർത്തകൾ. ഈ സംഭവം എത്ര ഭീകരമായിരുന്നുവെന്ന് ഊഹിച്ചു നോക്കൂ. മേഘവിസ്ഫോടനം എന്താണ്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? മേഘവിസ്ഫോടനം എന്താണെന്ന് ലളിതമായി പറയാം. ആകാശത്ത് മേഘങ്ങൾ ഒരിടത്ത് പൊട്ടിത്തെറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് വൻതോതിൽ വെള്ളം പെയ്യുന്നു. ഇത് സാധാരണ മഴയല്ല, വെള്ളം ഒരു മതിലായി പതിക്കുന്നു. പെട്ടെന്ന് നദികളും കല്ലും മണ്ണും എല്ലാം കലർന്ന് ഒരു പ്രവാഹമായി ഒഴുകിവരുന്നു. ഹിമാലയത്തിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണ്. കാരണം അവിടെ മലകൾ ഉയർന്നതാണ്, കാലാവസ്ഥയും സൂക്ഷ്മമാണ്. പക്ഷേ ഇപ്പോൾ ഈ മേഘവിസ്ഫോടനങ്ങൾ കൂടിവരുന്നു. 2025 മൺസൂൺ കാലത്ത് ഹിമാലയത്തിൽ 30-നും 40-നും ഇടയിൽ ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കാലാവസ്ഥാ വ്യതിയാനം ഒരു കാരണമാണ്, പക്ഷേ നമ്മളും ഇതിന് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. മലകൾ കുഴിക്കുന്നത്, വനങ്ങൾ വെട്ടിനശിപ്പിക്കുന്നത്, നദികളുടെ പാത തടയുകയോ മാറ്റുകയോ ചെയ്യുന്നത്, ഇവയെല്ലാം പ്രകൃതിയെ കുഴപ്പത്തിലാക്കുന്നു. ധരാളിയിലെ കീർ ഗംഗ നദിക്ക് സമീപം മുമ്പും മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും അത് ഗൗരവമായി എടുത്തില്ല, ഒരു മുന്നറിയിപ്പ് സംവിധാനവും സ്ഥാപിച്ചില്ല. ഫലം, ഇന്ന് ധരാളിയിൽ ഈ ഭീകരമായ വിനാശം. ഇപ്പോൾ 2013 കേദാർനാഥുമായി ധരാളിയെ താരതമ്യം ചെയ്യാം. കേദാർനാഥിൽ അന്ന് നടന്ന ദുരന്തം ഒരു ഹിമാലയൻ സുനാമി പോലെയായിരുന്നു. മേഘവിസ്ഫോടനവും കനത്ത മഴയും മണ്ണിടിച്ചിലും കൊണ്ട് ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. കേദാർനാഥ് ക്ഷേത്രത്തിന് ചുറ്റും ശവങ്ങളും അവശിഷ്ടങ്ങളും കുമിഞ്ഞുകൂടി. സർക്കാർ കണക്കനുസരിച്ച് 5000 പേർ മരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 2025 ധരാളിയിൽ നടന്ന വിനാശവും ഏതാണ്ട് ഇതുപോലെ തന്നെ. പക്ഷേ ഇവിടെ എല്ലാം 40 സെക്കൻഡുകളിൽ തീർന്നു. കേദാർനാഥിൽ വെള്ളവും മണ്ണും കല്ലും എങ്ങനെ വന്നുവോ, ധരാളിയിലും അതുപോലെ 1230 അടി ഉയരത്തിൽ നിന്ന് മണിക്കൂറിൽ 43 കിലോമീറ്റർ വേഗത്തിൽ വെള്ളവും കല്ലും ഗ്രാമത്തെ മുക്കി. ധരാളി ഗംഗോത്രി പാതയിലാണ്. ടൂറിസത്തിനായി റോഡുകൾ വീതി കൂട്ടി, ഹോട്ടലുകളും ഹോം സ്റ്റേകളും നിർമ്മിച്ചു. പക്ഷേ ഈ വികസനത്തിനായി മലകൾ കുഴിച്ചതിനാൽ ഭൂമി ദുർബലമായി. മഴ വന്നപ്പോൾ മണ്ണിടിച്ചിലുകൾ ഉണ്ടായി. 2013 നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്നുമില്ല. അന്നും ഇന്നും മലകൾ കുഴിക്കുന്നതും വനങ്ങൾ നശിപ്പിക്കുന്നതും നദികളുടെ പാത മാറ്റുന്നതും തുടരുന്നു.
ഈ തെറ്റുകൾ കൊണ്ടാണ് ധരാളിയിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടായത്. ഇത് വെറും പ്രകൃതിയുടെ കോപമല്ല, നമ്മൾ തന്നെ ഈ വിനാശത്തിന് വിത്ത് പാകി. രക്ഷാപ്രവർത്തനവും നിലവിലെ സ്ഥിതിയും. ധരാളിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണ വേഗത്തിൽ നടക്കുന്നു. സൈന്യവും NDRFും SDRFും IDBB ടീമുകളും രാപ്പകൽ ശ്രമിച്ച് ജീവനുകൾ രക്ഷിക്കാൻ കഷ്ടപ്പെടുന്നു. 150 സൈനികർ, 100 IDBB ജവാന്മാർ, 35 NDRF അംഗങ്ങൾ ധരാളിയിലും ഹർഷിൽ പ്രദേശത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നു. ബാധിതരുടെ സ്ഥാനം കണ്ടെത്താൻ ക്യാമറകൾ, തെർമൽ ഇമേജിംഗ് ഡ്രോൺ, സ്നിഫർ ഡോഗുകൾ എന്നിവ ഉപയോഗിച്ച് നിരവധി പേരെ രക്ഷിച്ചു. ഇതുവരെ 150നും 190നും ഇടയിൽ ആളുകളെ സുരക്ഷിതമായി മാറ്റി. പക്ഷേ 50നും 100നും ഇടയിൽ ആളുകൾ ഇപ്പോഴും കാണാതായിരിക്കുന്നു. 11 സൈനികരും കാണുന്നില്ലെന്ന് വാർത്തകൾ. കനത്ത മഴ, റോഡുകളുടെ തകർച്ച, മണ്ണിടിച്ചിൽ, കട്ടിയുള്ള മണ്ണിന്റെ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം രക്ഷാപ്രവർത്തനത്തെ വളരെ ബുദ്ധിമുട്ടാക്കുന്നു. ഗംഗോത്രി ഹൈവേയിലെ റോഡുകൾ തകർന്നു, ലിമച്ച് നദിയിലെ പാലം ഒലിച്ചുപോയി. ഇതുമൂലം രക്ഷാപ്രവർത്തന ടീമുകളുടെ യാത്ര നിന്നുപോയി. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനൂക്ക്, LH ഹെലികോപ്റ്ററുകൾ ജോളി ഗ്രാന്റ്, ബറേലി, ആഗ്ര എന്നിവിടങ്ങളിൽ നിന്ന് തയ്യാറാണ്. പക്ഷേ കട്ടിയുള്ള മൂടൽമഞ്ഞും മഴയും കാരണം പറക്കാൻ കഴിയുന്നില്ല. ഭാഗീരഥി നദിയിൽ വെള്ളം തടഞ്ഞ് ഒരു കൃത്രിമ തടാകം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് താഴെയുള്ള ഗ്രാമങ്ങൾക്ക് ഭീഷണിയാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്വയം ധരാളിയിലെത്തി ഹെലികോപ്റ്റർ വഴി സർവേ നടത്തി രക്ഷാപ്രവർത്തന ടീമുകളോട് സംസാരിച്ചു. ആശുപത്രികളിൽ കിടക്കകളും മരുന്നുകളും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾ പറയുന്നു, ഇനിയും ഒരുപാട് പേർ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയിരിക്കുന്നു. പൂർണ്ണമായ വീണ്ടെടുക്കലിന് ഇനിയും ഒരുപാട് സമയം വേണ്ടിവരും. നമുക്ക് എങ്ങനെ സഹായിക്കാം? സംഭാവനകൾ നൽകുക, ബോധവൽക്കരണം നടത്തുക, സോഷ്യൽ മീഡിയയിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പങ്കുവെക്കുക. ഇത്തരം ചെറിയ സഹായങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തും. ഈ ദുരന്തത്തിൽ കുടുങ്ങിയവർക്ക് നമ്മുടെ പിന്തുണ വളരെ പ്രധാനമാണ്. ധരാളിയിലെ ഈ ഭീകര വിനാശത്തിന് വെറും പ്രകൃതിയുടെ കോപം മാത്രമാണോ കാരണം? ഇല്ല, നമ്മളും ഇതിന് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? ആദ്യം റോഡുകൾക്കും ഹോട്ടലുകൾക്കും ഹൈവേകൾക്കും വേണ്ടി ഹിമാലയത്തിലെ മലകൾ കുഴിച്ചെടുത്തു. ഇതുമൂലം ഭൂമി ദുർബലമായി, മഴ വന്നാൽ മണ്ണിടിച്ചിലുകൾ എളുപ്പമാകുന്നു. രണ്ടാമത്, വനങ്ങൾ വെട്ടിനശിപ്പിച്ചു. വനങ്ങൾ ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മണ്ണിനെ പിടിച്ചു നിർത്താൻ ശക്തിയുണ്ടാകില്ല, വെള്ളവും മണ്ണും കല്ലും ഒലിച്ചുപോകും. മൂന്നാമത്, അണക്കെട്ടുകൾക്കും വൈദ്യുതി പദ്ധതികൾക്കും വേണ്ടി നദികളുടെ പാത മാറ്റി. ഇപ്പോൾ നദികൾ അവരുടെ പാത തേടി ഗ്രാമങ്ങളെ മുക്കുന്നു. ധരാളിയിൽ കീർ ഗംഗ നദി ഇങ്ങനെ ഗ്രാമത്തിനുമേൽ ചാടി. നാലാമത്, ഗംഗോത്രിയും കേദാർനാഥും പോലുള്ള സ്ഥലങ്ങളിൽ ടൂറിസം വൻതോതിൽ വർദ്ധിച്ചു. ഇതിനായി ഹോട്ടലുകളും ഹോം സ്റ്റേകളും റോഡുകളും വന്നു. പക്ഷേ ഈ വികസനം പരിസ്ഥിതിയെ തകർത്തു. മലകൾ കുഴിച്ചതിനാൽ ഭൂമി സൂക്ഷ്മമായി, മഴ വന്നാൽ തകർന്നു വീഴുന്നു. വിദഗ്ധർ വളരെക്കാലമായി മുന്നറിയിപ്പ് നൽകുന്നു, ഹിമാലയത്തിൽ ഇത്തരം നിയന്ത്രണമില്ലാത്ത വികസനം നിർത്തണമെന്ന്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. ധരാളിയിൽ മുമ്പും മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ നിരീക്ഷണമോ ഇല്ല, ആരും ഗൗരവമായി എടുത്തില്ല. ഫലം 2025 ഓഗസ്റ്റ് 5 40 സെക്കൻഡുകളിൽ ധരാളി അവശിഷ്ടങ്ങൾക്കടിയിൽ തകർന്നു. ഈ തെറ്റുകളും അശ്രദ്ധയും കൊണ്ടാണ് നമ്മൾ ഈ ദുരന്തത്തിന് ക്ഷണിച്ചുവരുത്തിയത്. ഇനി എന്തു ചെയ്യണം? ധരാളി പോലുള്ള ദുരന്തങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാൻ ഗൗരവമായ നടപടികൾ എടുക്കണം. ആദ്യം പരിസ്ഥിതി സംരക്ഷിക്കണം. വനങ്ങൾ വളർത്തണം, മലകൾ കുഴിക്കുന്നത് നിർത്തണം, നദികളെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കണം. കാരണം വനങ്ങൾ ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മണ്ണിനെ പിടിച്ചു നിർത്താൻ ശക്തിയുണ്ടാകില്ല. നദികളുടെ പാത മാറ്റിയാൽ അവ ഗ്രാമങ്ങളെ മുക്കും. രണ്ടാമത്, മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും മുൻകൂട്ടി കണ്ടെത്താൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, സെൻസറുകൾ എന്നിവ ഉപയോഗിച്ചാൽ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാം. ഉദാഹരണത്തിന് ISRO, IMD പോലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ഇവ ഹിമാലയൻ ഗ്രാമങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കണം. മൂന്നാമത്, വികസനം സുസ്ഥിരമായിരിക്കണം. റോഡുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും നിർമ്മിക്കുന്നതിനു മുമ്പ് പരിസ്ഥിതി ആഘാത പരിശോധന നിർബന്ധമാക്കണം. ഇത് മലകളെ ദുർബലമാകാതെ സംരക്ഷിക്കും. നാലാമത്, ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണം. പ്രദേശവാസികളും ടൂറിസ്റ്റുകളും പരിസ്ഥിതി സംരക്ഷിക്കാൻ ചെറിയ ചുവടുകൾ എടുക്കണം. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മരങ്ങൾ നടുക, ടൂറിസം സമയത്ത് ജാഗ്രത പാലിക്കുക. അഞ്ചാമത്, സർക്കാർ കർശനമായ നിയമങ്ങൾ നടപ്പാക്കണം. അനധികൃത നിർമ്മാണങ്ങളും വനനശീകരണവും നിരോധിക്കണം. ഹിമാലയൻ മേഖലയിൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ആറാമത്, പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തണം. അവർക്ക് പരിശീലനം നൽകി ദുരന്ത നിവാരണത്തെക്കുറിച്ച് അറിവ് പകർന്നുകൊടുക്കണം. കാരണം പ്രാദേശികർ തന്നെയാണ് ആദ്യം പ്രതികരിക്കുന്നവർ.
ഇവയെല്ലാം ചെയ്താൽ ഇത്തരം ദുരന്തങ്ങൾ ഒരുപരിധിവരെ കുറയ്ക്കാം. പക്ഷേ ഇപ്പോഴും ഗൗരവമായി എടുക്കാതിരുന്നാൽ 40 സെക്കൻഡിന്റെ വിനാശം ഒരുപക്ഷേ 4 സെക്കൻഡിൽ സംഭവിക്കാം. അപ്പോൾ ആർക്കും ജീവിക്കാൻ കഴിഞ്ഞെന്നുവരില്ല. സുഹൃത്തുക്കളെ, ധരാളിയിലെ ഈ ദുരന്തം നമുക്ക് ഒരു വലിയ പാഠമാണ്. പ്രകൃതിയുമായി കളിച്ചാൽ അത് ശക്തമായി തിരിച്ചടിക്കും. 2013 കേദാർനാഥും 2025 ധരാളിയും ഒരേ കാര്യം പറയുന്നു. വികസനം ആവശ്യമാണ്, പക്ഷേ അത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന വിലയ്ക്ക് വേണ്ട. മലകൾ കുഴിക്കുന്നതും വനങ്ങൾ നശിപ്പിക്കുന്നതും നദികളെ തടയുന്നതും ഇവയെല്ലാം ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഇപ്പോൾ ഗൗരവമായി ചിന്തിക്കണം. മരങ്ങൾ നടണം, മലകൾ സംരക്ഷിക്കണം, നദികളെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ശേഷിക്കുന്നത് അവശിഷ്ടങ്ങളും മരണങ്ങളും മാത്രമായിരിക്കും. ഈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ശാന്തിയും അവരുടെ കുടുംബങ്ങൾക്ക് ധൈര്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? പ്രകൃതിയെ ബഹുമാനിക്കണം, അനാവശ്യ നിർമ്മാണങ്ങൾ തടയണം, ബോധവൽക്കരണം നടത്തണം. നിന്റെ അഭിപ്രായം എന്താണ്? കമന്റിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവെക്കൂ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം.